അറിയാം, മിസ് പറഞ്ഞതുപോലെ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ക്വാർട്ടറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിനെയും നീതിയെയും കുറിച്ചാണ് നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 12ാമത്തെ പാഠമാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. സ്നേഹവും നീതിയും, ഏറ്റവും വലിയ രണ്ട് കൽപ്പനകൾ. അതിന്റെ മനപ്പാഠവാക്യമായിട്ട് കൊടുത്തിരിക്കുന്നത് 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അതിപ്രകാരം പറയുന്നു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികം വാസനമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവെ, തിരുനാമത്തിനെ നന്ദി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായി ഈ സമയം പിതാവെ അടിയങ്ങൾക്ക് ദാനമായി നൽകിയതിനെ വീണ്ടും ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു പിതാവെ. ഈ സമയം അടിയൻ അങ്ങയുടെ വചനമായി നിൽക്കുമ്പോൾ അങ്ങനെ കൃപയും സാന്നിധ്യം അടിയനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് യാചിക്കുന്നു പിതാവെ. ഈ കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങനെ കാര്യങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറച്ച പിതാവെ, അടിയങ്ങൾക്ക് നിന്ന് പാഠമാണ് പഠിക്കാനുള്ളത്, അത് അടിയങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കി തരണമേ എന്ന് യാചിക്കുന്ന പിതാവ്. ആരംഭം മുതൽ അവസാനം വരെ അങ്ങനെ കൃപയും സാന്നിധ്യം അടിയങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. സകല മാനമോഹത്തോടെ തുറന്നെടുക്കണം. അടിയങ്ങളുടെ ജീവൻ നൽകിയ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ അടിയൻ യാചിക്കുമ്പോൾ അതിന്റെ ഇടയിൽ യാതനയ്ക്ക് ഇത്ര നൽകി അനുഗ്രഹിക്കുന്ന വയസ്സിലേക്ക് പിതാമതി വേണ്ടി. ആമേൻ. സ്നേഹവും നീതിയും, ഏറ്റവും വലിയ രണ്ട് കൽപ്പനകൾ. ഇന്ന് ഈ പാഠത്തില് മൊത്തത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പല സഭക്കാരും പറയുന്നത് എന്താണ്? പഴയ നിയമത്തിലെ കൽപ്പനകൾ മാറിപ്പോയി, ഇന്ന് സ്നേഹവും നീതിയും എന്ന കൽപ്പന മാത്രമാണ് നിലനിൽക്കുന്നത്. അതായത് നമ്മൾ രണ്ട് കൽപ്പന മാത്രം അനുസരിച്ചാൽ മതി എന്നൊരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പല സഭക്കാരും അല്ലെങ്കിൽ ഏകദേശമുള്ള സഭക്കാരും ഉറച്ചു നിൽക്കുന്നത് സ്നേഹവും നീതിയും എന്നുള്ള രണ്ട് കൽപ്പനകൾ മാത്രം, അല്ലെങ്കിൽ സ്നേഹം എന്നുള്ള രണ്ട് കൽപ്പന മാത്രം എന്താണ് അനുസരിച്ചാൽ മതി എന്ന് വാദിക്കുന്ന കൂട്ടരുണ്ട്. എന്നാൽ നമുക്കിന്ന് പാഠം പരിശോധിക്കുമ്പോൾ നമുക്ക് അത് പഴയ നിയമമായിട്ടുള്ള കൽപ്പനകൾ ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ കൽപ്പനകളും പഴയ നിയമത്തിലെ 10 കൽപ്പനകളും ഈ രണ്ട് കൽപ്പനകളും ഒന്ന് തന്നെയാണോ അതോ വേറെ വേറെയാണോ എന്നെല്ലാം നമുക്ക് പരിശോധിക്കുവാനും നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. ഇവിടെ ആദ്യം ശനിയാഴ്ച ഭാഗം നോക്കുമ്പോൾ അവസാനം ദൈവം സകലവും നേരെയാക്കും എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം ഇവിടെ ഇപ്പോൾ ചെയ്യുന്നവ അപ്പോഴും വിഷയമാകുന്നു. ദൈവം ഇപ്പോൾ ഇല്ലായ്മ ചെയ്യാത്ത അനേകം അന്യായങ്ങളും തിന്മകളും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രാപഞ്ചിക പോരാട്ടത്തിന്റെ പരിമിതികൾ കാരണം. പ്രാപഞ്ചിക പോരാട്ടത്തിന്റെ പരിമിതികൾ എന്താണെന്ന് നാം കഴിഞ്ഞ പാഠങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനത് പരിമിതി, ഇവിടെ ദൈവത്തിന്റെ പരിമിതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രാപഞ്ചിക പോരാട്ടത്തിൽ ദൈവത്തിന് എത്രത്തോളം ഇടപെടാൻ കഴിയും എന്നുള്ളതിന്റെ പരിമിതിയാണ് ഇവിടെ പറയുന്നത്. കാരണം പ്രാപഞ്ചിക പോരാട്ടത്തിൽ മനുഷ്യരാണ് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത്. അതിൽ നാം ദൈവത്തെ സ്നേഹിക്കണോ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ ദൂഷണം പറയുന്ന സാത്താനെ, പിശാചിനെ സ്നേഹിക്കണോ വിശ്വസിക്കണോ എന്നുള്ളൊരു പോരാട്ടം കൂടെ ഇവിടെ ഉൾപ്പെടുന്നു. ആ പോരാട്ടം, മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യമാണ് ദൈവത്തിന്റെ പരിമിതിയായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പരിമിതി ദൈവത്തിനുണ്ടെങ്കിലും മനുഷ്യരായിരിക്കുന്ന നാം ഓരോരുത്തർക്കും എത്രത്തോളം അതിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാം, എത്രത്തോളം നമുക്കതിൽ പങ്കുചേരാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ മനപ്പാഠവാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. കാരണം നമ്മുടെ വാക്കുകൊണ്ട് മാത്രം നാം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരെ, എന്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കണം. കാരണം നാം പാഠം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, നീ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ മനപ്പാഠവാക്യവും ഒന്ന് തന്നെയാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കാരണം കണ്ണിൽ നമ്മൾ കാണുന്ന നമ്മുടെ സഹോദരനെ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് സാധ്യമല്ല. ഇവിടെ പറയും, നാം കണ്ടതുപോലെ സ്നേഹവും നീതിയും ഒരുമിച്ച് പോകുന്നു, അവ വേർപിരിക്കപ്പെടാവുന്നതല്ല. ദൈവം നീതിയെ സ്നേഹിക്കുന്നു, അങ്ങനെ നാം ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നാമും നീതിയെ സ്നേഹിക്കും. തീർച്ചയായിട്ടും ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നീതിയെ സ്നേഹിക്കും. കാരണം ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം നീതിയിൽ അനുസരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നീതിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇവിടെ നമുക്ക്
ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നേരെ പറയുന്നതാണ് ഏറ്റവും വലിയ രണ്ട് കൽപ്പനകൾ. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഭാഗം ഏതാണ്? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 34 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് അവിടെ ഉള്ളത്. അവിടെ നോക്കുമ്പോൾ ഇപ്രകാരം അവിടെ പറയുന്നു, സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? സദൂക്യന്മാർ അല്ലെങ്കിൽ പരീശന്മാരുടെ ഏറ്റവും വലിയ ഒരു ഗോൾ, അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നതാണ് യേശു ക്രിസ്തുവിനെ താഴ്ത്തി കെട്ടുക, അല്ലെങ്കിൽ അവരുടെ ജ്ഞാനം വെച്ചിട്ട് എന്താണ് യേശു ക്രിസ്തുവിനെ തോൽപ്പിക്കുക എന്നൊരു ഉദ്ദേശം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറ്റം വിധിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് അവരെപ്പോഴും എന്താണ് യേശു ക്രിസ്തുവിനെ പിന്തുടരുകയും യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അങ്ങനെ വന്നപ്പോൾ എന്താണ് യേശു ക്രിസ്തുവിന്റെ മേലൊരു പരീക്ഷണം പോലെ അവർ ചോദിക്കുവാണ്, പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ യേശു ക്രിസ്തു നിഷേധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്താണ് അവിടെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നത്. ഏതാണ് ഏറ്റവും വലിയ ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏത് എന്ന് അവിടെ ചോദിക്കുന്നത്. അപ്പോ അവിടെ പറയും, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണം. അതിന് ഏറ്റവും എളുപ്പമായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 10 കൽപ്പനയിലെ 1-ാം കൽപ്പന മുതൽ 4-ാം കൽപ്പന വരെയുള്ള ഭാഗം 4-ാം കൽപ്പന വരെയുള്ളതാണ് എന്താണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണമെന്ന് അവിടെ പറയുന്നത്. ഏതാണ്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്, ശബനാളെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്നീ 4 കൽപ്പനകളാണ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തെയാണ് അവിടെ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ നാം എന്താണ് നമ്മുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവിടെ ദൈവത്തോടും മനുഷ്യനും തമ്മിലുള്ള ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ആ ഒരു ബന്ധമാണ് അവിടെ ആ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ 5-ാമത്തെ കൽപ്പന മുതൽ 10-ാമത്തെ കൽപ്പന വരെയുള്ളതാണ് അവിടെ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാക്കുക, നിന്റെ അപ്പനമ്മയെ ബഹുമാനിക്കുക എന്നത് മുതൽ എന്താണ് മോഹിക്കരുത് എന്ന് വരെയുള്ള 10-ാം കൽപ്പന വരെയുള്ള മനുഷ്യനും മനുഷ്യരോടും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അവർക്ക് മനുഷ്യർ തമ്മിലുള്ള ഉത്തരവാദിത്തം അവിടെ കാത്തു സൂക്ഷിക്കണം. ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടെയാണ് എന്താണ് 2-ാമത്തെ കൽപ്പന അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് നാം ലോകത്ത് എവിടെ നോക്കിയാലും എന്താണ് മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഇന്ന് ഏത് ഒരു രാജ്യത്തിന്റെ നിയമ സംവിധാനം എടുത്ത് നോക്കിയാലും എന്താണ് മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധം ഏതാണ് മോറലായിട്ട്, അല്ലെങ്കിൽ നീതിപരമായിട്ടൊരു ബന്ധം എന്താണ് മനുഷ്യർ തമ്മിൽ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ ബന്ധം കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ആ രാജ്യത്തെ നീതിപീഠം എന്താണ് അവരെ ശിക്ഷിക്കും. ഈ ഓരോ ഏത് രാജ്യത്തിന്റെ നീതിപീഠം എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനം എടുത്ത് നോക്കിയാലും ഈ നമ്മുടെ വേദപുസ്തകത്തിലെ കൽപ്പനകൾ തന്നെയാണ് മറ്റു രീതിയിൽ അവിടെ ചെയ്തിരിക്കുന്നത്. കാരണം കൊല ചെയ്യാൻ പറ്റുമോ? ഏതൊരു രാജ്യത്ത് പോയാലും നമുക്ക് ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ സാധിക്കില്ല. ആ രാജ്യത്തെ നിയമം അതിനുള്ള ശിക്ഷ അവർക്ക് അവിടെ നൽകി കൊടുക്കും. അതുപോലെ തന്നെയാണ് വ്യഭിചാര കുറ്റമായിക്കോട്ടെ, മോഷണ കുറ്റമായിക്കോട്ടെ, ഏതൊരു കുറ്റമായിക്കോട്ടെ, അതിനെന്താണ് എല്ലാത്തിനും ആ രാജ്യത്ത് ഓരോ രാജ്യത്തിനും അതിന്റെ നിയമ സംവിധാനത്തിന് അതിൻ്റെതായ ശിക്ഷയുണ്ട്. ഇതിനെല്ലാം ആധാരമായി വരുന്നത് എന്ന് വെച്ചാൽ എല്ലാ തെറ്റുകൾക്കും ഏതൊരു കൽപ്പന ലംഘനത്തിന്റെയും ആധാരമായി വരുന്നത് എന്താണ് 10-ാം കൽപ്പനയുടെ ലംഘനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മോഹിക്കരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ് മോഹിച്ചതിന്റെ പേരിൽ എന്താണ് കൊല ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ദാവീദ് രാജാവിന്റെ അടുത്ത് നോക്കിയാൽ എന്താണ് അന്യന്റെ ഭാര്യ മോഹിച്ചു, ആ പുരുഷനെ കൊന്നിട്ട് എന്താണ് ആ ഭാര്യ ദാവീദ് രാജാവ് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ മോഹം എന്നുള്ളൊരു കൽപ്പന ലംഘനം അത് നമുക്ക് കാണുമ്പോൾ എന്താണ് വളരെ സിമ്പിളും ചെറുതുമായിട്ട് തോന്നും. ഒരു ചെറിയൊരു കൽപ്പന, അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കാത്ത രീതിയിൽ നമുക്ക് അതിനെ തോന്നും. പക്ഷേ
ആ മോഹം എന്നുള്ളൊരു വസ്തുതയിലാണ് എന്താണ് പല തെറ്റുകളെയും അല്ലെങ്കിൽ ഏകദേശം എല്ലാ തെറ്റുകളുടെയും ആധാരം അല്ലെങ്കിൽ തുടക്കം അവിടെ തുടങ്ങുന്നത്. മോഷണമായിക്കോട്ടെ, വ്യഭിചാരമായിക്കോട്ടെ, കൊലയാകട്ടെ, മറ്റേത് കാര്യമായിക്കോട്ടെ, നമുക്ക് ഒരു വസ്തുവിനോട് മോഹം തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അത് സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത്. ഏതൊരു ആൾക്കാരായാലും അസൂയ. ഇപ്പൊ എന്റെ അയൽക്കാരന്, എന്റെ അല്ല അടുത്തുള്ള വീട്ടുകാരൻ എന്താണ് എന്നെക്കാട്ടി നല്ലൊരു വീട് വെച്ച് അല്ലെങ്കിൽ എന്റെ എന്നെക്കാട്ടി നല്ലൊരു വാഹനം അയാൾ എടുക്കുവാണെങ്കിൽ എന്താണ് എനിക്കും അതുപോലെ വേണം, അല്ലെങ്കിൽ അതിനെക്കാട്ടി നല്ലത് വേണം എന്നൊരു മോഹം, ആ മോഹത്തിന് എന്താണ് ഒരു അസൂയ എനിക്ക് എന്താണ് ജനിക്കുവാണ്. അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ പല വഴികളിലൂടെ അല്ലെങ്കിൽ പല നീതികളുടെ കൂടെ സഞ്ചരിച്ച് എന്താണ് ഞാൻ അത് കരസ്ഥമാക്കിയെന്ന് വരാം. അപ്പൊ എല്ലാത്തിന്റെയും ഈ ഒരു കൽപ്പനാ ലംഘനത്തിന്റെ ആധാരം എന്ന് പറയുന്നത് നമുക്ക് ചെറുതായിട്ട് തോന്നുന്ന ഈ മോഹം തന്നെയാണ്. അപ്പൊ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ രണ്ട് കൽപ്പനകൾ. ഇത് അംഗീകരിക്കാനാണ് ഇന്ന് പല സഭകൾക്കും അല്ലെങ്കിൽ പല പുരോഹിതന്മാർക്കും ബുദ്ധിമുട്ടുള്ളത്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇന്നും ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം മതി, മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചാൽ മാത്രം മതി. എന്നാൽ ഇതിന്റെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലാക്കുവാനോ അതിനനുസരിച്ച് ജീവിക്കുവാനോ എന്താണ് ഇന്ന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് എല്ലാവർക്കും അത് കാണുവാനും സാധിക്കുന്നതാണ്. ഇവിടെ അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, ഈ യൗവനക്കാരനോട് ആവശ്യപ്പെട്ടതുപോലെ നമുക്കുള്ളതെല്ലാം വിൽക്കുന്നതിന് ആവശ്യപ്പെടുന്നില്ലെങ്കിലും വ്യക്തിപരമായി ഉപേക്ഷിക്കാതെ മുറുകെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നാശത്തിലേക്ക് നയിക്കും. തീർച്ചയായിട്ടും എന്താണ് കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ പിന്തുടർന്ന് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് നാം ജീവിക്കണമെങ്കിൽ എന്താണ് ഈ ലോകത്ത് നമുക്ക് എന്താണ് പലതും നേടണം. ഈ ലോക സുഖങ്ങളിൽ പലതും നമ്മൾ നേടിയെടുക്കണം. അതിന് ഈ ലോകത്തിലെ സുഖത്തിനനുസരിച്ച് ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ഒരു ആഗ്രഹം നമുക്കുണ്ടാവും. എന്നാൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തിലെ മോഹങ്ങൾ വിട്ടൊഴിഞ്ഞ് നമുക്ക് കർത്താവ് വാഗ്ദാനമായി തന്നിരിക്കുന്ന എന്താണ് നിത്യജീവനിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് ആ നിത്യജീവൻ അവകാശമാക്കിയെടുക്കുവാൻ എന്താണ് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സേവിച്ച് ജീവിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ പറയുന്ന ഏറ്റവും വലിയ രണ്ട് പാപങ്ങൾ. ഇവിടെ നമ്മളിപ്പോ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ച എന്താണ് ഏറ്റവും വലിയ കൽപ്പനകൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. അടുത്ത് ഇവിടെ പറയുന്ന എന്താണ് ഏറ്റവും വലിയ രണ്ട് പാപങ്ങൾ ഏതെന്ന് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അത് ഏതെന്ന് നോക്കാം. ഇവിടെ പറയുമ്പോൾ യേശു പറഞ്ഞതനുസരിച്ച് ദൈവത്തോടുള്ള സ്നേഹവും അന്യോന്യവുമുള്ള സ്നേഹവുമാണ് ഏറ്റവും വലിയ രണ്ട് കൽപ്പനകൾ. യേശുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ വ്യക്തമായി കാണിക്കുന്ന ത്യാഗങ്ങൾ എന്ന് ഈ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള സ്നേഹവുമാണ് രണ്ട് വലിയ കൽപ്പനകളെങ്കിൽ ഏറ്റവും വലിയ രണ്ട് പാപങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നോക്കാം. സങ്കീർത്തനങ്ങൾ 135 13 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞു. യഹോവേ, നിന്റെ നാമം ശാശ്വതമായും യഹോവേ, നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും. അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കും. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്നവനോ ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേൽ ഗ്രഹമേ, യഹോവയെ വാഴ്ത്തുക, അഹരോന്റെ ഗ്രഹമേ, യഹോവയെ വാഴ്ത്തുക. ഇവിടെ പറയുന്നു, തിരുവഴുത്തിലുടനീളം ഊന്നൽ കൊടുത്തിരിക്കുന്ന സാധാരണ ഉള്ള ഒരു പാപത്തെ പറ്റി ഇത് എന്ത് വെളിപ്പെടും? നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് വിഗ്രഹാരാധനയെ പറ്റിയാണ് ആ സങ്കീർത്തനത്തിൽ അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവിടെ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വിഗ്രഹാരാധന ആയിരിക്കും ഇവിടെ പറഞ്ഞിരിക്കും? ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് എന്താണ് മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രതിമകളെ നമസ്കരിക്കരുത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ശരിക്കുമുള്ള വിഗ്രഹാരാധന അത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് വിഗ്രഹാരാധന എന്ന് പറയുന്നത് നാം ഇപ്പോൾ കാട്ടിലും മറ്റേതൊരു വസ്തുവിനെ അല്ലെങ്കിൽ മറ്റേതൊരാളെ സ്നേഹിക്കുന്നു അതാണ് വിഗ്രഹാരാധന. ഇപ്പോ എനിക്ക് ഒരു വാഹനം സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ വാഹനത്തിനെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. അതിനുവേണ്ടി ആ വാഹനത്തിനെ സ്വന്തമാക്കാനായിട്ട് ഞാൻ അധ്വാനിക്കും. അതിനുവേണ്ടി ഞാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്ത് ആ വാഹനത്തിനെ സ്വന്തമാക്കും. അവിടെ അപ്പോൾ
ദൈവത്തിനെക്കാട്ടിയും പ്രാധാന്യം ഞാൻ നൽകുന്നത് എന്താണ്? ആ വാഹനത്തിനാണ്. ആ വാഹനത്തെ ഞാൻ എന്താണ്? സ്നേഹിക്കുകയാണ് ദൈവത്തെക്കാട്ടിലധികം. അപ്പോൾ അവിടെ നടക്കുന്നത് അതും വിഗ്രഹാരാധനയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദൈവത്തെക്കാൾ അധികം നാം ഒരു മനുഷ്യനെ സ്നേഹിച്ചാലും അത് തന്നെയാണ് അവസ്ഥ. എന്ന് വെച്ച് നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ സ്നേഹിക്കണം എന്നല്ല. പക്ഷേ എല്ലാത്തിനും ഉപരി എന്താണ്? ദൈവത്തിനുള്ള ഒരു സ്ഥാനം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ സ്ഥാനം കവിഞ്ഞ് വേറൊരു ആൾക്ക് എന്താണ്? നാം സ്ഥാനം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സ്ഥാനം അവിടെ പോയി കഴിഞ്ഞാൽ അതിനെയാണ് അവിടെ വിഗ്രഹാരാധന എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെക്കരിയാവിന്റെ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ നോക്കുമ്പോൾ അവിടെയും പറയുന്നത് എന്താ നോക്കാം. സെക്കരിയ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താന്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. എന്നാൽ ചെവി കൊടുക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാത്തവണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകൻ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാത്തവണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് ഒരു മഹാകോപം വന്നു. ഇവിടെ നാം ആദ്യം വായിച്ച ഭാഗത്ത് നിന്ന്, സങ്കീർത്തനം നിന്ന് മനസ്സിലാക്കിയ എന്താണ്? വിഗ്രഹാരാധനയാണ് എന്താണ്? രണ്ട് വലിയ പാപങ്ങളിൽ ഒരെണ്ണം. ഇവിടെ രണ്ടാമത്തെ വലിയ പാപം എന്താണ്? പാപം എന്താന്ന് നോക്കുമ്പോൾ എന്താണ്? മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ദൈവത്തിനേക്കാൾ ഉപരി നമ്മൾ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിന് സ്ഥാനം കൊടുക്കുക. അതിന് മൂലം എന്താണ്? ദൈവസ്നേഹം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ദൈവത്തോടുള്ള സ്നേഹം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയാതെ പോകുന്നു. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. അവിടെ ഈ ഒരു കാര്യം ഇവിടെ തെറ്റിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള മനുഷ്യരെ നമ്മൾ സേവിക്കാതെ സ്നേഹിക്കാതെ ഇരുന്നാൽ എന്താണ്? അവിടെയാണ് രണ്ടാമത്തെ വലിയ പാപം അല്ലെങ്കിൽ രണ്ടാമത്തെ തെറ്റ് അവിടെ സംഭവിക്കുന്നു. അപ്പൊ പഴയ നിയമത്തിൽ ഉടനീളം ഊന്നി പറയപ്പെട്ടിരിക്കുന്ന രണ്ട് മഹാപാപങ്ങൾ രണ്ട് വലിയ കൽപ്പനകളുമായുള്ള ബന്ധത്തിലെ പരാജയമാണ്. അതായത് ദൈവത്തോടുള്ള സ്നേഹവും അന്യോന്യമുള്ള സ്നേഹവും. സ്നേഹിക്കുവാൻ പരാജയപ്പെടുന്നതാണ് രണ്ട് മഹാപാപങ്ങൾ. ചുരുക്കത്തിൽ, അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുകയും അന്യോന്യം സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൽപ്പന അനുസരിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ താഴെ നമ്മുടെ മനപ്പാഠവാക്യം പറയുന്നത് എന്താണ്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നമ്മൾ എന്താണ്? നമ്മുടെ സഹോദരനെ പകയ്ക്കുകയും ചെയ്താൽ എന്താണ്? അവൻ കള്ളനാകുന്നു. അവൻ കൽപ്പന അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ്? അവൻ തെറ്റുകാരനാണ് എന്താണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അവിടെ സാധിക്കും. അടുത്ത് ചൊവ്വാഴ്ച ഭാഗത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ എന്താണ് അവിടെ പറയുന്നു? ദൈവം നീതിയെ സ്നേഹിക്കുന്നു എന്നവിടെ കാണുവാൻ സാധിക്കും. ദൈവം നീതിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് എന്താണ്? നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലെ മർമ്മം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവം നീതിയെ സ്നേഹിച്ചിരുന്നില്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന് ഈ ലോകത്തിന്റെ സകല പാപങ്ങളും തന്റെ ചുമലിൽ ഏറ്റു വന്നപ്പോൾ എന്താണ്? അവിടെ ക്രൂശിൽ മരിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്കറിയാം, പാപരഹിതമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്നാൽ അവസാന നിമിഷം ഈ ലോകത്തിലെ സകല പാപങ്ങളും എന്താണ്? കർത്താവ് യേശുക്രിസ്തുവിന്റെ മേലിൽ വരികയും ആ പാപത്തിനൊരു ശിക്ഷ നാം ഓരോരുത്തരും ഏൽക്കേണ്ടുന്ന ശിക്ഷ എന്താണ്? അവിടെ കർത്താവ് യേശുക്രിസ്തു ഏൽക്കുകയും ചെയ്തു. ദൈവം അവിടെ നീതിയെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ദൈവപുത്രനായ കർത്താവ് യേശുക്രിസ്തു അവിടെ മരിക്കയില്ലായിരുന്നു. അവിടെ വേറെ എന്തെങ്കിലും ഒരു വഴിയിൽ കൂടെ എന്താണ്? കർത്താവ് യേശുക്രിസ്തു രക്ഷപ്പെട്ടു പോകാമായിരുന്നു. അല്ലെങ്കിൽ അവിടെ അങ്ങനൊരു ത്യാഗം അവിടെ എന്താണ്? തീർച്ചയായിട്ടും അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ലായിരുന്നു. എന്തായാലും ഇവിടെ 82-ാം സങ്കീർത്തനത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ന്യായത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആശങ്കയെ ഈ സങ്കീർത്തനം എങ്ങനെ പ്രകടിപ്പിക്കുന്നു? ഇത് ഇന്ന് നമുക്ക് എന്ത് അർത്ഥമാക്കുന്നു? ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കാം. പല വ്യാഖ്യാതാക്കളും മനസ്സിലാക്കുന്നത് പോലെ ഈ വേദഭാഗം സമൂഹത്തിലെ അനീതിക്ക് ഉത്തരവാദികളായ ഭൗമിക അധികാരികളെ കുറ്റപ്പെടുത്തുന്നതും ദുഷിച്ച ഭൗമിക ന്യായാധിപന്മാരുടെയും അധികാരികളുടെയും പിന്നിലെ സ്വർഗീയ അധികാരികളെ, വ്യക്തമായി സാത്താന്യ ശക്തികളെ ദൈവം ന്യായം വിധിക്കുന്നത് പരാമർശിക്കുന്നു. പ്രത്യേകിച്ച് അധികാരികളോട് ചോദിക്കുന്നു, നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും?
ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുവാണെങ്കിൽ എന്താണ്, ഇന്ന് നമ്മുടെ ലോകത്ത് തന്നെ നോക്കണ്ട, നമ്മുടെ സഭയ്ക്കകത്ത് നടക്കുന്നത് തന്നെ നോക്കിയാലും എന്താണ്, എത്രത്തോളം നീതികേടായി വിധിക്കും എന്താണ് ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ സഭയിലായിരിക്കുന്ന വിശ്വാസികളായിക്കോട്ടെ, അധികാരികളായിക്കോട്ടെ, ഇവൻ പാസ്റ്റർമാരായിക്കോട്ടെ, എത്ര പേര് ഇന്ന് നീതിയോടെയും സഭയിൽ വന്നിട്ട് ഉത്തരവാദിത്തങ്ങൾ നടത്തുന്നുണ്ട്? എത്ര എത്ര പേര് എന്താണ് നീതിയോടെ സഭയിലെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്? ഇന്ന് ഒരു പാസ്റ്റർ ചിലപ്പോൾ ഒരു പള്ളിയിൽ ചെന്നാൽ, ഒരു സഭയിൽ ചെന്നാൽ എന്താണ്, അവിടെ ചിലപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് അവിടെ കൊണ്ടുപോകാനും ആ ഗ്രൂപ്പുകൾ തമ്മിൽ അടിയുണ്ടാക്കാനായിരിക്കും അവിടെ എന്താണ് ഇന്ന് അവിടെ നടക്കുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന രീതിയാണ് ഇന്ന് നമ്മുടെ സഭകളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ. എനിക്ക് അവിടെ ഒന്നാമനാകണം എന്നുള്ള രീതിയിൽ എന്താണ്, ദൈവത്തിന്റെ സ്നേഹത്തെയും നീതിയെ മറന്നുകൊണ്ട് അവിടെ എന്താണ് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പറയുന്നു, എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പിൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ എന്നവിടെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ എന്ന് സങ്കീർത്തനം 82 സങ്കീർത്തനം പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ പള്ളികളിൽ പോയി നോക്കുവാണെങ്കിൽ ഇന്ന് ഒരു ധനികനും വന്നു ഒരു ദരിദ്രനും വന്ന് പള്ളിയിൽ ഇരിക്കുകയാണ്. ഇന്ന് ഒട്ടുമിക്ക സഭകളിലും നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ പുരോഹിതനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മൂപ്പനായിക്കോട്ടെ, വിശ്വാസികളായിക്കോട്ടെ, അവര് ആദ്യം പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ആദ്യം വിളിച്ച് മുൻപന്തി കൊണ്ടിരുത്തുന്ന ആ ധനവാനായ അല്ലെങ്കിൽ ആ ധനികനായ മനുഷ്യനായിരിക്കും. കാരണം ആ ധനികനായ മനുഷ്യൻ അവിടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തെ കൊണ്ട് പല നേട്ടങ്ങളും അവർക്ക് പള്ളിയിലായിക്കോട്ടെ, അവരുടെ പേഴ്സണൽ ജീവിതത്തിലായിക്കോട്ടെ ഉണ്ടാക്കാനായിട്ട് അവിടെ സാധിക്കും. അവിടെ എന്നാൽ അപ്പോൾ അവിടെ ആ ദരിദ്രനായ മനുഷ്യൻ അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യനോട് നീതി നിഷേധം പോലെയാണ് അവിടെ നടക്കുന്നത്. കാരണം അദ്ദേഹത്തെ പിൻഭാഗത്തേക്ക് പുറന്തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ മാറ്റി നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ദരിദ്രന്റെ ഒരു നീതി, ധനികന് വേറൊരു നീതി എന്നുള്ള രീതിക്കാണ് എന്താണ് ഇന്ന് നമ്മുടെ സഭയിലും നമുക്ക് പുറത്തുള്ള ലോകത്തായാലും ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നീതിയെ സ്നേഹിക്കുന്നു. ഇന്ന് അങ്ങനെ ഒരു നീതിയുക്തമായി നാം എന്താണ് നടക്കണമെങ്കിൽ എന്താണ്, ധനികനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ, ഏതൊരു മനുഷ്യനായിക്കോട്ടെ, ഇപ്പൊ ഒരാൾ കഴിഞ്ഞ കാലത്ത് കുറ്റം ചെയ്തിരിക്കാം, കുറ്റവാളി ആയിരുന്നിരിക്കാം, അദ്ദേഹം മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് എനിക്ക് ഇനി എന്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ, ഇന്ന് നമ്മുടെ സഭയിലെ വിശ്വാസികൾ എത്ര പേരെന്താണ് അദ്ദേഹത്തിനെ ചേർത്തുകൊള്ളും, എത്ര പേര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, എത്ര പേര് അദ്ദേഹത്തെ കൂടെ നിർത്തും? അപ്പോ നീതി എന്ന് പറയുമ്പോൾ എന്താണ്, ദൈവം നീതിയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ദൈവത്തെ പിന്തുടർന്നു എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും നാം ഓരോരുത്തരും എന്താണ്, ദൈവനീതി എങ്ങനെ നടപ്പാക്കിയോ, ദൈവനീതി എങ്ങനെ സ്നേഹിച്ചോ, നാമും എങ്ങനെയാണ് അതുപോലെ തന്നെ നടത്തണം, അതുപോലെ നാമും പിന്തുടരണമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മീക്കയുടെ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയുടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് വചനം പരിശോധിക്കുമ്പോൾ എന്താണ് വേണ്ട, 10 കൽപ്പന തന്നെ നോക്കിയാൽ എന്താണ്, നല്ലത് ഏതെന്നാണ്, നല്ല വഴി ഏതാണ്, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം എന്താണ് തീർച്ചയായിട്ടും അവിടെ എന്താണ് കാണിച്ചു തന്നിരിക്കുന്നുണ്ട്. ആരെ ബഹുമാനിക്കണം, ആരെ സ്നേഹിക്കണം, എങ്ങനെയൊക്കെ ബഹുമാനിക്കണം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് തീർച്ചയായിട്ടും ദൈവം നമുക്ക് വളരെ വ്യക്തമായി തിരുവചനത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ നോക്കാതെ, ആ തിരുവചനം നമ്മൾ നോക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നാം നീതിയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നാം നീതിയുക്തമായിട്ട് ജീവിക്കുന്നു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ പറയും, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ മനുഷ്യരെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് കാണിച്ച എന്താണ്, മറ്റുള്ളവരെ സ്നേഹിച്ചു, മറ്റുള്ളവരെ സേവിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് എന്താണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തെ മാതൃക. അപ്പോൾ ആ മാതൃക നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ എന്താണ് തീർച്ചയായിട്ടും നാം കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുക. നമ്മൾ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. നമ്മുടെ പ്രവൃത്തിയിലും എന്താണ് അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ജീവിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഒരിക്കലും കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. ബുധനാഴ്ച ഭാഗം ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ന്യായം സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ഭാഗം നമ്മൾ പഠിച്ചെന്താണ്, ദൈവം നീതിയെ സ്നേഹിക്കുന്നു. ആ നീതിയെ ന്യായത്തെ സ്ഥാപിക്കുവാൻ എന്താണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ
സമൂഹത്തിൽ നീതി നടപ്പാക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നതിനെ തിരുവഴുത്തിലുടനീളം പ്രവാചകന്മാർ ഊന്നി പറയുന്നു. അന്യായത്തിന്റെയും അടിച്ചമർത്തലിന്റെയും വിഷയങ്ങളെ ഉയർത്തി കാണിക്കുന്നതിൽ നിന്നും തിരുവഴുത്ത് പിന്നോട്ട് പോകുന്നില്ല. വാസ്തവത്തിൽ ന്യായവിധി കണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ ആഹ്വാനവും നീതി സ്ഥാപിക്കുവാനുള്ള ദൈവത്തിന്റെ ആഹ്വാനമായിരുന്നു. ഇവിടെ യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പറയുന്നു, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. ഒരു ധനവാനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് ന്യായം നടത്തി കൊടുക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കുവാനും എന്താണ്, തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. എന്നാൽ ഇവിടെ പറയുന്ന താഴെ തട്ടിലുള്ള ആൾക്കാർ എന്താണ്, പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഒരാളെ ക്രൂരമായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ് തിരുത്തി കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇങ്ങനെയല്ല ദൈവം നമ്മളോട് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെയല്ല എന്നുള്ള എന്താണ്, നമുക്ക് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം അത് അംഗീകരിക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതത്തിലും എന്താണ്, ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും നമ്മൾ പ്രതിഫലിപ്പിക്കുന്ന ഒരാളായിരിക്കണം. കാരണം നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ സ്നേഹവും നീതിയും ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കാൻ പറ്റും, നീ ഇങ്ങനെ നടന്നിട്ട് നീ എന്നോട് മറ്റൊരു രീതിക്ക് പറഞ്ഞാൽ എന്തിന് ഞാനത് അനുസരിക്കണമെന്ന് തീർച്ചയായിട്ടും എന്താണ് നമ്മളോട് ആൾക്കാർക്ക് ചോദിക്കുവാൻ സാധിക്കും. ഇവിടെ യെശയ്യാവിന്റെ പ്രവചനം തീർച്ചയായിട്ടും ഇവിടെ പറയുന്നുണ്ട്, ദരിദ്രന്മാരുടെ ന്യായം മറച്ചു കളവാനും എന്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവന്മാർ തങ്ങൾക്ക് കൊള്ളായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. ഇവിടെ മുന്നറിയിപ്പ് കൊടുക്കണം, സന്ദർശന ദിവസത്തിലും ദൂരത്ത് നിന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? ഇവിടെ ന്യായം സ്ഥാപിക്കാൻ വിളിക്കപ്പെട്ടിട്ട് നമ്മൾ ന്യായം സ്ഥാപിച്ച് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നീതിയുക്തമായിട്ട് നമ്മൾ ജീവിച്ചിട്ട് മറ്റുള്ളവരെ സേവിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, ദൈവത്തിന്റെ ന്യായ ദിവസത്തിൽ നമ്മൾ എവിടെ പോകും എന്നൊരു ചോദ്യം, ആരടുത്ത് പോയി ഒളിക്കും, അല്ലെങ്കിൽ എവിടെ പോയി രക്ഷപ്പെടും എന്നതാണ് ഒരു ചോദ്യം അവിടെ വരുവാണ്. അപ്പൊ ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കുവാനാണ് എന്താണ്, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന കടമയ്ക്കനുസരിച്ച് എന്താണ് ജീവിക്കുക എന്നൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 23 മുതൽ 30 വരെയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ അവിടെ പറയുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരായും ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമങ്ങളും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരായും ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ള തേച്ച കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞിരിക്കുന്നു. ഇവിടെ തീർച്ചയായിട്ടും ഇത്രയും വായിക്കുമ്പോൾ എന്താണ്, ഇവിടെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നു, ഇവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്നതിനെ കുറിച്ച് യേശു ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, ഘനമുള്ള വിഷയങ്ങളെ പറ്റി പരാമർശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു. ഇവിടെ 23-ാം വാക്യത്തിൽ ഇവിടെ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്നത് എന്താണ്, തുളസി, ചതക്കുപ്പ, ജീരകം എന്നിവയിൽ നിങ്ങൾ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവയെ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ഇവിടെ ന്യായവും കരുണയും വിശ്വസ്തതയും എന്താണ്, ന്യായപ്രമാണത്തിൽ ഘനമേറിയ വിഷയം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ള വിഷയം എന്ന് ഇവിടെ പറയുന്നു. മറ്റുള്ളത് നമുക്ക് നോക്കുമ്പോൾ എന്താണ്, അവിടെ ദശാംശം കൊടുക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പ്രാധാന്യം ഇല്ലെന്നല്ല, പക്ഷെ അതിനെക്കാട്ടിയും പ്രാധാന്യമുള്ള എന്താണ്, ന്യായം നടത്തി കൊടുക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, ദൈവത്തോടുള്ള വിശ്വസ്തത, മനുഷ്യരോടുള്ള വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് എന്താണ് അവിടെ
അതിനെക്കാട്ടി പ്രാധാന്യമായിട്ടുള്ളത്. കാരണം മറ്റുള്ളവരോടും ദൈവത്തോടും സ്നേഹമില്ലാതെ ഞാൻ ദശാംശം കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം നമ്മുടെ പ്രവൃത്തിയിലല്ല, പ്രവൃത്തിയിലും എന്താണ് ഈ വിശ്വാസവും കരുണയും ന്യായവും നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. കനമേറിയ സംഗതികളെ ഇന്ന് നിങ്ങൾ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തുളസി, ചതക്കുപ്പ, ജീരകം എന്നിവയുടെ ദശാംശത്തിന് വിപരീതമായി അത് എങ്ങനെയായിരിക്കും പകരം നാം കേന്ദ്രീകരിക്കുന്നത്? ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതം എന്താണ്, തീർച്ചയായിട്ടും എന്താണ് ന്യായം സ്ഥാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് നാം എന്താണ് അത് തന്നെയാണ് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഒരാൾ കഷ്ടം അനുഭവിക്കുന്ന കണ്ടാൽ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് കർത്താവ് യേശു ക്രിസ്തു ചെയ്തതുപോലെ നമുക്ക് ചെന്ന് അത്ഭുതം പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് രോഗശാന്തി നൽകി കൊടുക്കാനോ നമുക്ക് സാധിക്കില്ല. പക്ഷെ അവർക്ക് വേണ്ടുന്ന അന്നുള്ള ആവശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് നടത്തി കൊടുക്കാൻ സാധിക്കും. രോഗത്തിലായിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു നേരം മരുന്ന് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആഹാരമില്ലാത്ത ഒരാൾക്ക് എന്താണ് നമുക്ക് ഒരു നേരം ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ മറ്റുള്ളവരോട്, സഹജീവികളോട് എന്താണ് നമ്മൾ സ്നേഹവും കരുണയും വിശ്വസ്തയും നമ്മൾ കാണിക്കുകയാണെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ന്യായം സ്ഥാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു വിളിക്ക് എന്താണ് തീർച്ചയായിട്ടും നമ്മളും യോഗ്യരായി തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാഴാഴ്ച ഭാഗം നോക്കുമ്പോൾ എന്താണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഇവിടെ നമ്മൾ ആദ്യം തിങ്കളാഴ്ച ഭാഗത്ത് നിന്ന് പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ പോലെ അല്ലെങ്കിൽ അതിന്റെ ബാക്കി പത്രം പോലെയാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ ലൂക്കോസിന്റെ വിശദീകരണത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെയും അയൽക്കാരനോടുള്ള സ്നേഹത്തെയും കുറിക്കുന്ന രണ്ട് വലിയ കൽപ്പനകൾ യേശു പ്രഖ്യാപിച്ച ശേഷം സ്വയം ന്യായീകരിക്കുവാൻ എന്താണ് ആഗ്രഹിച്ചുകൊണ്ട് യേശുവിനോട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എന്താണ്, അവിടെ ഒരു ഉപമ. യേശു ക്രിസ്തു എപ്പോഴും സംസാരിച്ചിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. അവിടെ യേശുക്രിസ്തു വലിയ തിയോളജിക്കൽ ടേംസോ അല്ലെങ്കിൽ കഠിനമേറിയ വാക്കുകളോ ഒന്നും അവിടെ എന്താണ് യേശുക്രിസ്തു ഉപയോഗിച്ചിട്ടില്ല. യേശുക്രിസ്തു എപ്പോഴും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ അല്ലെങ്കിൽ കഥാരൂപത്തിൽ എന്താണ് യേശുക്രിസ്തു ഉപദേശങ്ങൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളെല്ലാം നടന്നിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 25 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ എന്താണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നല്ല ശമരിയക്കാരന്റെ കഥയാണ്. നമുക്ക് എല്ലാവർക്കും അവിടെ അറിയാവുന്ന ഒരു കഥ കൂടെ തന്നെയാണ്. അവിടെ 30-ാം വാക്യം പറയുന്നു, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ചു മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടിട്ട് പോയി. ആ വഴിയായി യാദൃശ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴി പോകുകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നും അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവൻ ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ ശമരിയക്കാരന്റെ കാര്യം എടുത്തു പറയാനുള്ള യേശുക്രിസ്തു അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്, യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ എന്താണ് പണ്ട് മുതലേ ഒരു ശത്രുത അല്ലെങ്കിൽ അവരൊരു ചേരായ്മയുണ്ട് പണ്ട് മുതലേ. ശമരിയക്കാരന് യഹൂദന്മാരെന്താണ് ശമരിയക്കാരെ അടുപ്പിക്കത്തില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു അകലത്തിൽ നിന്നുകൊള്ളണം എന്നൊരു ധാരണ, അങ്ങനെ ഒരു ധാരണയിൽ ജീവിച്ചു പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുൻപ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ യഹൂദനായ മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോയിലോട്ട് യാത്ര പോകുമ്പോൾ എന്താണ് കള്ളന്മാരുടെ ഇടയിൽ അകപ്പെടുകയും മുറിവേൽക്കുകയും അവിടെ വഴിയരികിൽ കിടക്കുകയുമാണ്. തന്റെ ജീവന് വേണ്ടി പോരാടി അവിടെ കിടക്കുമ്പോൾ ആദ്യം വരുന്ന ആരാണ്? പുരോഹിതൻ. പുരോഹിതൻ എന്ന് പറയുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന് വേണ്ടി മനുഷ്യരും ദൈവവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് എന്താണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ അവിടെ കടന്നു വന്നിരിക്കുന്ന പുരോഹിതന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യൻ ആരായിക്കോട്ടെ, ആ ഒരു മനുഷ്യനെ അവിടെ എന്താണ് മനുഷ്യനെ ശുശ്രൂഷിക്കുക, അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ പുരോഹിതൻ ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം. പക്ഷെ അത് അവിടെ ചെയ്യാതെ ആ പുരോഹിതൻ അവിടെ എന്താണ് കാണാത്തത് പോലെ മാറിപ്പോയി. അതുപോലെ തന്നെയാണ് അടുത്ത് വന്ന എന്താണ് ലേവ്യൻ എന്ന് പറയുന്നതും ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി ദൈവം മാറ്റി വേർതിരിച്ച് വിളിച്ചെടുത്ത ഒരു സമൂഹമാണ് ലേവ്യ സമൂഹം. ആ സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യനും എന്താണ് അവിടെ വന്നിട്ട് ഇദ്ദേഹത്തെ കാണാതെ പോകുന്നു. എന്നാൽ തമ്മിൽ ശത്രുതയുള്ള ഒരു ശമരിയക്കാരൻ യഹൂദൻ
യഹൂദനുമായിട്ട് ശത്രുതയുള്ള ഒരു ശമരിയക്കാരൻ ആ വഴി വരികയും ആ വഴി ഈ മനുഷ്യനെ കാണുകയും എന്താണ്, മനുഷ്യനെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന് ഇനി തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പണം അവിടെ എന്താണ് ആ വഴിയമ്പലത്തിൽ നൽകുകയും ചെയ്തിട്ടാണ് അദ്ദേഹം യാത്ര പോകുന്നത്. അപ്പോ ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത പുരോഹിതനും ലേവ്യനും എന്താണ് ഈ മനുഷ്യനെ കണ്ടിട്ട് കാണാതെ അവിടെ പോകുന്നത്. അപ്പോൾ എന്നാൽ അവിടെ ശത്രുതയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് എന്താണ് ഈ മനുഷ്യനെ അവിടെ സേവിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇതിലെന്താണ്, ആരാണ് നിന്റെ അയൽക്കാരൻ എന്നവിടെ ചോദിച്ചത് എന്താണ്, കരുണ കാണിച്ചവനെന്ന് അവിടെ ഈ ന്യായശാസ്ത്രി പറയുന്നുണ്ട്. അപ്പോ നാം ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്കും ഇവിടെ പറയാനുള്ളത്. കാരണം നമുക്ക് ഇപ്പൊ ആരോടും ശത്രുത വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഒരാളുടെ ശത്രുത ഉണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തോട് പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കാനോ ദൈവത്തെ സ്നേഹിക്കാനോ കഴിയില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എന്താണ്, നമുക്ക് ആരോടും ശത്രുത ഉണ്ടെങ്കിൽ എന്താണ്, അവനോട് ക്ഷമ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനോട് ക്ഷമ ചോദിച്ചിട്ട് കൊണ്ട് എന്താണ് നമ്മൾ കർത്താവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും. അപ്പൊ നാം ദൈവത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ അപ്പോ സ്നേഹിക്കുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുക്കാൻ നമ്മൾ എന്താണ് എപ്പോഴും സംസാരിക്കും. അങ്ങനെ ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് എന്താണ്, പ്രാർത്ഥന. അപ്പൊ ആ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ എന്താണ്, നാം ഓരോരുത്തരും എന്താണ് മറ്റുള്ളവരുടെ ഒരു ശത്രുതയോ ഒരു വിരോധമോ വെച്ച് പുലർത്താൻ പാടില്ല. അപ്പൊ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അയൽക്കാരൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കഥയിലൂടെ. ഇപ്പൊ ചിലപ്പോ നമുക്കും ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ ഒരാൾക്ക് ശത്രുത്വം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാളായിരിക്കും ചിലപ്പോൾ എന്റെ ആപത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരിയാകുന്നത്. അപ്പൊ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഇപ്പൊ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നെ സഹായിക്കുമെന്ന് തീർച്ചയായിട്ടും ഒരിക്കലും എനിക്ക് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് നാം ഒരിക്കലും ആരോടും എന്താണ് ശത്രുത വെച്ച് പുലർത്താതിരിക്കുക, അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ആരായിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരാളെ, അദ്ദേഹത്തിന്റെ ജാതിയോ നിറമോ മതമോ അല്ലെങ്കിൽ ഏതൊന്നും നമ്മൾ നോക്കേണ്ടതാണ്, അദ്ദേഹത്തെ സ്നേഹിക്കുക. ആ ഒരു മനുഷ്യനെ, നമ്മൾ ചുറ്റുപാടുമുള്ള മനുഷ്യരെ സ്നേഹിക്കുന്നതിലൂടെ എന്താണ്, നാം ദൈവത്തെ സ്നേഹിക്കുന്നു. അതിലൂടെ എന്താണ്, ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് വരുന്നു. ഇവിടെ അധികാരത്തെ പിടിച്ചെടുക്കുകയും ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്ത ശത്രുവിൽ നിന്നും വ്യത്യസ്തമായി യേശു തന്നെത്താൻ താഴ്ത്തി പാപത്തിലും അനീതിയിലും അടിച്ചമർത്തലിലും പെട്ടുകിടക്കുന്നവരോടൊപ്പം എണ്ണപ്പെടുകയും പാപമേശാതെ വിശ്വസിക്കുന്ന ഏവർക്കും നീതിമാനും ന്യായീകരിക്കുന്നവനുമായവൻ എന്ന വിധം ന്യായം സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്നേഹത്തിൽ സ്വയം ഏൽപ്പിച്ചുകൊണ്ട് ശത്രുവിനെ തോൽപ്പിച്ചു. കൽപ്പനയുടെ ഘനമേറിയ കാര്യങ്ങൾ എന്ന് ക്രിസ്തു വിളിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉത്കണ്ഠയില്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുവാൻ ക്രിസ്തു മരിച്ചതായി നമുക്ക് എങ്ങനെ അവകാശപ്പെടുവാനാകും? തീർച്ചയായിട്ടും എന്താണ്, നാം കഴിഞ്ഞ കുറച്ച് പാഠങ്ങളായി ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹവും നീതിയും കുറിച്ചാണ്. എന്നാൽ നാം കഴിഞ്ഞ കുറച്ച് പാഠങ്ങളിൽ നാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് ഇന്ന് നടക്കുന്ന പ്രാപഞ്ചിക പോരാട്ടം അല്ലെങ്കിൽ വൻ പോരാട്ടത്തെ കുറിച്ചാണ്. ഈ വൻ പോരാട്ടം എന്ന് പറയുന്നതാണ് ശത്രുവിന് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും നീതിക്കുമേൽ അതായത് ദൈവത്തിന്റെ സ്വഭാവത്തിന്മേലുള്ള ദൂഷണം, ഇതല്ല ദൈവത്തിന്റെ സ്വഭാവം എന്ന് തെളിയിക്കുവാനായിട്ട് ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹവും നീതിയും ഒരു നാൾ മാറ്റപ്പെടുകയില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ടെന്നാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. അതിലൂടെ എന്താണ് സ്നേഹവും നീതിയും വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട്. ആ ഒരു സ്നേഹവും നീതിയും നാം കാണുകയും അതിന്റെ പുറത്തു നിന്ന് എന്താണ് നമ്മൾ കൂടുതലായി വേദഭാഗം പഠിക്കുമ്പോൾ എന്താണ് അവസാനം എന്താണ് കർത്താവ് യേശു ക്രിസ്തു തിന്മയുടെ മേൽ ജയിക്കും, വീണ്ടും ഒരിക്കൽ കൂടെ എന്താണ് സകല ലോകത്തിന് മുൻപാകെ കർത്താവ് ദൈവത്തിന്റെ സ്നേഹവും നീതിയും ഒരിക്കൽ കൂടെ വെളിപ്പെടും, ആ സ്വഭാവം വെളിപ്പെട്ട് വരും എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവും കൂടെയാണ്. ആ ഒരു കാര്യത്തിൽ എന്താണ് പ്രത്യാശ വെച്ചുകൊണ്ട് നാം മുന്നോട്ട് ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സ്നേഹത്തിനും നീതിക്കും എന്താണ് അതിനനുസരിച്ച് ജീവിക്കുവാനും നമ്മളെ വിളിച്ചിരിക്കുന്ന എന്താണ് ന്യായം സ്ഥാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വിളിക്ക് അനുയോജ്യരായി ജീവിക്കുവാനും എന്താണ് ദൈവകൽപ്പനകളെ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കാനും മറ്റുള്ളവരെ എന്താണ് ദൈവത്തിന്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും നാം പഠിക്കുവാനും അതിനോടൊപ്പം തന്നെ അതിനനുസരിച്ച് ജീവിക്കുവാനും എന്താണ് നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് എന്താണ്, എന്തൊക്കെയാണ് വലിയ കൽപ്പനകൾ, എന്തൊക്കെയാണ് വലിയ പാപങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്, നാം എങ്ങനെയൊക്കെ അനുസരിക്കണം,
നമ്മുടെ ആരെയൊക്കെ സേവിക്കണം, എങ്ങനെയൊക്കെ സേവിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്താണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. അതിൽ നിന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്? പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക, അതിനോടൊപ്പം തന്നെ എന്താണ് മനുഷ്യരെയും സ്നേഹിക്കുക. അതിനോടൊപ്പം തന്നെ ആരാണ് എന്റെ അയൽക്കാരൻ, നമ്മൾ ശത്രുത വെച്ച് പുലർത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണം എന്നാണ് തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനായിട്ട് സാധിച്ചു. ഇതിനെല്ലാം അനുയോജ്യമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. നല്ല ഒരു പാഠപഠനം. അത് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറയാം, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്